വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫാന് പിതാവ് റഹീമിനോട് മാത്രമല്ല മാതാവ് ഷെമിയോടും കടുത്ത പകയുണ്ടായിരുന്നതായി പോലീസ്. കുടുംബത്തിലെ സാമ്പത്തിക പ്രതിസന്ധി കൂടാൻ കാരണം ഷെമിയുടെ സാമ്പത്തിക ഇടപാടുകളാണെന്നും കടക്കാരുടെ ശല്യം കാരണം ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നുവെന്നും അഫാൻ പോലീസിനോട് പറഞ്ഞു. ഇത് സംബന്ധിച്ച് കൊലപാതകങ്ങൾ നടന്ന ദിവസം രാവിലെയും ഷെമിയുമായി തർക്കമുണ്ടായി. അഫാന്റെ ആർഭാട ജീവിതം കാരണമാണ് കുടുംബത്തിന് ഈ അവസ്ഥ വന്നതെന്ന് ഷെമി പറഞ്ഞതും പക ഇരട്ടിയാക്കി. തങ്ങളെല്ലാവരും മരിച്ചാൽ ഒറ്റയ്ക്കായി പോകുമെന്നതിനാലാണ് സഹോദരൻ അഫ്സാനെ തലക്കടിച്ച് കൊന്നതെന്നും അതിൽ തനിക്ക് കുറ്റബോധമില്ലെന്നും അഫാൻ പോലീസിനോട് പറഞ്ഞു. സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ പണയം വെച്ച മാല തിരികെ ചോദിച്ചതിനാൽ സുഹൃത്ത് ഫർസാനിയോടും ദേഷ്യമുണ്ടായിരുന്നു. അതിനാലാണ് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കൊലപ്പെടുത്തിയത്. പിതൃമാതാവ് സൽമ ബീവിയെ കൊലപ്പെടുത്തിയ ശേഷം സ്വർണമാല കൈക്കലാക്കി. ഈ മാല പണയം വെച്ച് 75,000 രൂപ വാങ്ങിയ ശേഷം കല്ലറയിലെ ATM മെഷീൻ ഉപയോഗിച്ച് 45,000 രൂപ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു. തുടർന്ന് ഈ പണം രാവിലെ വിളിച്ച് ശല്യപ്പെടുത്തിയ 4 കടക്കാർക്ക് അയച്ചു കൊടുത്തു. കൊലപാതകങ്ങൾ നടന്ന ദിവസം കടക്കാർ വീട്ടിൽ പണം ചോദിച്ചു വന്നാൽ അപായപ്പെടുത്താൻ അഫാൻ മുളകുപൊടി വാങ്ങി സൂക്ഷിച്ചിരുന്നു. 5 കൊലപാതകവും നടത്തിയ ശേഷം ഗ്യാസ് തുറന്നുവിട്ടത് ആ വീട്ടിൽ പിതാവ് റഹീം ഉൾപ്പെടെ ആരും താമസിക്കേണ്ട എന്ന ഉദ്ദേശത്തോടെയാണ്. ഗ്യാസ് തുറന്നുവിട്ട ശേഷം തനിയെ വീട് കത്തുമെന്ന് കരുതിയാണ് വീട് പൂട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് പോയത്. പല വീടുകളിലായി തലക്കടിച്ച് കൊലപ്പെടുത്തിയവരുടെ വിവരം പുറം ലോകത്തെ അറിയിക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് പോയത്. ഈ സമയം കടയിൽ നിന്ന് 20 രൂപ കൊടുത്ത് വാങ്ങിയ എലിവിഷവും അഫാൻ കഴിച്ചിരുന്നു. സ്റ്റേഷനിൽ കുഴഞ്ഞു വീണും പ്രതി നാടകം കളിച്ചുവെന്നാണ് പോലീസ് പറയുന്നത്. വെള്ളിയാഴ്ച രാവിലെ 6:30 ലോക്കപ്പിനുള്ളിലെ ശുചിമുറിയിൽ പോകുമ്പോൾ അഫാൻ കുഴഞ്ഞു വീണത്. ലോക്കപ്പിൽ നിന്ന് 3 അടിയോളം ഉയരമുള്ളതാണ് ശുചിമുറി. അതിനു മുകളിൽ കയറിയ അഫാൻ പെട്ടെന്ന് താഴെ വീഴുകയായിരുന്നു. ഉടൻ കല്ലറയിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചു. പരിശോധനയിൽ പ്രശ്നങ്ങളൊന്നും കണ്ടില്ലെന്നും രക്തസമ്മർദ്ദം സാധാരണ നിലയിലാണെന്നും പോലീസ് പറഞ്ഞു. സ്റ്റേഷനിലെ ശുചിമുറി ഉപയോഗിക്കാൻ പ്രയാസമാണെന്നാണ് അഫാൻ ഡോക്ടറോട് പറഞ്ഞത്. തലകർക്കത്തിനുള്ള ഗുളികയും ORS ലായനിയും മാത്രമാണ് അഫാന് നൽകിയത്. തെളിവെടുപ്പ് നീട്ടിവെക്കാൻ അഫാൻ കുഴഞ്ഞു വീണതാണോ എന്നും പോലീസ് സംശയിച്ചിരുന്നു. തുടർന്ന് വൈകിട്ട് പോലീസ് തെളിവെടുപ്പ് നടത്തുകയും ചെയ്തിരുന്നു. ആത്മഹത്യാ പ്രവണത ഉള്ളതിനാൽ ഉടുത്തിരുന്ന കൈലി മാറ്റി പോലീസ് ബർമുഡയാണ് ധരിപ്പിച്ചത്.